വല്ലാതെ പൊന്നാൻ്റെ ചെങ്ങന്മാരെ ഞാൻ തിരുവനന്തപുരത്ത് ഹോസ്പിറ്റൽ വന്നവർക്കെല്ലാം അത് യാദർശികമായിട്ട് ഞാൻ ഒരു കട കണ്ടായിരുന്നു. മലബാർ മക്കാനി. എന്താ വിഭവങ്ങൾ എന്ന് പറയുന്നത്, മലബാറിൻ്റെ തനി നാടൻ എന്താ പറയുക, അതൊന്നും ഇവിടുത്തുകാർക്കത് സുപരിചിതമല്ലാത്ത അതിലേറെ ആ ഭക്ഷണത്തിൻ്റെ രുചിയിലേറെ അവരുടെ സംഭാഷണവും അതുപോലെ തന്നെ അവരുടെ പെരുമാറ്റവുമാണ്. ഐക്കാൻ്റെ മഹമ്മൂദ് ഖാൻ എന്നാണ് പേര്. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ പരിചയപ്പെടാം. അപ്പോൾ എനിക്കിങ്ങനെ തോന്നി, നല്ല ഭക്ഷണം, വളരെ കുറഞ്ഞ റേറ്റ്. അദ്ദേഹത്തിൻ്റെ ആ ചിറിയാണ്, ആ ചിറിയിലുണ്ടെല്ലാം. അത്രമാത്രം ഒരു മനുഷ്യനോട് എങ്ങനെ പെരുമാറണം, ഒരു കസ്റ്റമേഴ്സിനോട്. ഈ കണ്ട തിരക്ക് കണ്ടല്ലോ നിങ്ങൾ, ആ കടയുടെ മുന്നിലുള്ള തിരക്കാണ്. അത് ആരും വിളിച്ചു വന്നിട്ടൊന്നുമല്ല, ജസ്റ്റ് ഇവിടെ വേണമെങ്കിൽ എന്തോ ആളുകൾ കംപ്ലീറ്റ് ഇതിൻ്റെ ടേസ്റ്റ് കൊണ്ടാണ്, ഭക്ഷണത്തിൻ്റെ രുചി കൊണ്ടും അവരുടെ സ്വഭാവ ശുദ്ധി കൊണ്ടും വരുന്നതാണ്. ഇത് എവിടെ കിടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കുമാരപുരം റോഡിലാണ്. മുറിഞ്ഞപാലം, തിരുവനന്തപുരത്തെ മുറിഞ്ഞപാലം ജംഗ്ഷൻ സിഗ്നലിൻ്റെ തൊട്ട് കുമാരപുരം റോഡിലാണ് ഈ കട നിന്നത്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഈ വഴിക്ക് വരുമ്പോഴല്ലോ നല്ല മലബാറിൻ്റെ രുചി, നല്ല ഭക്ഷണം വളരെ മിതമായ നിരക്കിൽ കിട്ടും. ഞാനിവിടുന്ന് ഭക്ഷണം കഴിച്ചു, എനിക്ക് സംതൃപ്തിയായിട്ട്. ആ പെരുമാറ്റവും അവിടെ ഒരു ഇക്കുണ്ട് കണ്ടങ്ങൾ മഹമ്മൂദ്, രണ്ടുപേരുടെ ആ ചിരി കണ്ടങ്ങൾ അത്ര എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു മനുഷ്യനോട് കണ്ടങ്ങൾ ആ പുഞ്ചിരിയിലുണ്ട് നമ്മുടെ എന്താ പറയുക ആ സംതൃപ്തി. നമ്മളവിടെ പോയി കഴിഞ്ഞാൽ വീണ്ടും പോകും. കാരണം മലബാർ മക്കാനി അതിൻ്റെ പേരാണ്. ഭയങ്കര അവിടെ തന്നെയാണ് ചപ്പാത്തി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചുടുന്നത് ഓൺ ലൈവിലാണ്. അല്ല പുറമേ ഉള്ള ഒരു ഭക്ഷണവും പിന്നെ അവിടെ ഇല്ല. സ്വന്തം ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ, ചിക്കൻ്റെ വിഭവങ്ങളായാലും മറ്റേതാണെങ്കിലും എന്താണെങ്കിലും നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് എന്തൊരു രസമാണെന്ന് അറിയുന്നത്. ഇതുപോലുള്ള ഭക്ഷണം ഇവിടെ പരിസരത്ത് എവിടെയും കിട്ടുമെന്ന് എനിക്കറിയില്ല. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് പ്രിയപ്പെട്ടവരെ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. അത്രമാത്രം ഭയങ്കര ടേസ്റ്റുള്ള ഭക്ഷണം, വളരെ കുറഞ്ഞ നിരക്കുള്ളൂ, വലിയ അറിവിൻ്റെ ഇവിടെ പരിമിതപ്പെട്ട ഹോട്ടലുകളൊക്കെ നല്ല അറിവാണ്. അദ്ദേഹം കണ്ണൂർ ജില്ലക്കാരനാണ്. വളരെയധികം സന്തോഷം തോന്നിയിട്ടോ. അല്ല നമുക്കൊരു സന്തോഷം തോന്നിയുകൊണ്ട് ഞാൻ ഇട്ടാണ്, ഒന്നും വിചാരിച്ചിട്ടല്ലോ. ഓക്കെ, നന്ദി.